ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ചില സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ബിഗ് ബോസിനകത്ത് പുതിയ ക്യാപ്റ്റൻ, ഇതിപ്പോൾ വെള്ളിയാഴ്ചയായല്ലോ, അപ്പോൾ ഇനി പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിയിലോട്ടാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു 3 പേരെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ്, ആര്യൻ, ജിസേൽ. അതിൻ്റെ റീസണും വെച്ചിട്ടാണ് എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തത്. പിന്നെയാണെങ്കിൽ അതവിടെ തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ടാസ്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ടാസ്ക് ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്തത് പണിപ്പുര പോകാനുള്ള കാര്യത്തിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറഞ്ഞത്. പണിപ്പുര പോകാനായിട്ട് ബിഗ് ബോസ് ഒരു കണ്ടീഷൻ വെച്ചു. 10 പേർക്ക് പോകാം, 10 പേർ അകത്ത് കയറാം. 1500 പോയിന്റും കൊടുത്തു. പിന്നീട് 1500 പോയിന്റും കൊടുത്തു. പക്ഷേ 10 സെക്കൻഡും പക്ഷേ നമ്മുടെ നെവിൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കയറാം. അതായത് 10 പേർക്ക് അകത്ത് കയറാം. 10 സെക്കൻഡിനുള്ളിൽ 1500 പോയിന്റുള്ള സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് കണ്ടീഷൻ. നെവിൻ ഒഴിച്ച് ബാക്കി 10 പേർക്ക് അതിനകത്ത് കയറാമെന്ന്. എന്തുകൊണ്ടാണ് നെവിനെ ഒഴിവാക്കി നമുക്കറിയത്തില്ല. ഇനി അവിടെയുള്ള ചെറിയ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്ന അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഇനി അതുകൊണ്ട് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അത്രയാണ് പറഞ്ഞേക്കുന്നത്. കൊടുത്തിരിക്കുന്ന പണിപ്പൂരിലെ ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്കിൽ നെവിൻ ഒഴിച്ച് ബാക്കി 10 പേരാണ് കയറാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് ഇത്ര പേര് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് 10 സെക്കൻഡിൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ജിസേലൊക്കെ സാധനകത്ത് എടുക്കാനും പിന്നെ നമ്മുടെ ബിന്നെയൊക്കെ പുറത്ത് ഡോർ പിടിച്ച് വെക്കുവാനും പിന്നെ അവരുടെ ടൈം നോക്കാനും അങ്ങനെയൊക്കെ ആയിരുന്നു ഡിവൈഡ് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെ 10 സെക്കൻഡുള്ളവർ 1500 പോയിന്റ്സിൽ 10 സെക്കൻഡിൽ ഫുഡ് ഐറ്റംസും പേഴ്സണൽ സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. പേഴ്സണൽ സാധനം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞു, അതായത് ഷാനവാസ്, ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ഷാനവാസിനോട് പറഞ്ഞു ഒരാളെ ഇതിനകത്ത് സഹായിയായിട്ട് ഹെൽപ്പറായിട്ട് കൂടെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ സഹായത്തിന് വന്നത് ജിസേലും ഷാനവാസും കൂടെയാണ് പോയിന്റ്സ് നോക്കി സാധനങ്ങളൊക്കെ പിക്കപ്പ് ചെയ്ത് സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പേഴ്സണൽ സാധനങ്ങൾക്കായിട്ട് ഈ ബിൻസിക്ക് 200 പോയിന്റ്സ് സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിൻസിക്ക് 200 പോയിന്റ്സ്, റെന ഫാത്തിമയ്ക്ക് 200 പോയിന്റ്സിന്റെ, അനുവിന്റെ സ്കിൻ കെയറിന് 200 പോയിന്റ്സിന്റെ, പിന്നെ ശരത്തിന്റെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എടുത്തില്ല. ഹെയർക്കിന് സംതിങ് എന്തോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ശരത്ത് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിക്കിൾ എടുത്തു, കോഫി എടുത്തു, വെജിറ്റബിൾ ബിരിയാണി 150ന്റെ, ചിക്കൻ്റെ 150, പിന്നെ ചിക്കൻ നൂഡിൽസിന് 50, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്. പിന്നെ ബിന്നിയുടെ എടുത്തത് ഒരു കോട്ട് സെറ്റാണ് എടുത്തത്. അപ്പം ഇത്രയും സാധനങ്ങൾ എടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരെല്ലാവരും കൂടി വെച്ച് സ്കിൻ കെയർ ഒക്കെ ഇത് ചെയ്യാലോ, എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ബിഗ് ബോസ് അടുത്ത പണി കൊടുത്തു. അവരവരുടെ സ്കിൻ സാധനങ്ങളെല്ലാം അവരവർ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ പറഞ്ഞ് ബാഡ്ജ് ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ കിട്ടിയ സാധനങ്ങൾ യൂസ് ചെയ്യാമെന്ന് വെച്ച് ബിഗ് ബോസ് ഒന്നും ഇതുവരെയായിട്ട് മറുപടി കൊടുത്തില്ല, എന്തായിരിക്കും അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ സാധനങ്ങൾ, അതായത് കിച്ചൺ സാധനങ്ങൾ അറിയാലോ, നമ്മുടെ നെവിൻ പഞ്ചസാര എപ്പോഴും എടുത്ത് കഴിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഇത് ജിസേല് പറഞ്ഞു പഞ്ചസാര നീ ഇങ്ങനെ എടുക്കരുത്, ഇവിടെ നിന്റെ ഹെൽത്ത് ഇതായി പോകും, ഹെൽത്തിന് ബാഡാണ്, പഞ്ചസാര നീ ഒരിക്കലും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുമല്ല പഞ്ചസാര ഇനി ഷുഗർ ആയിട്ട് ഇനി കിച്ചണിലില്ല, അതുകൊണ്ട് നീ എടുക്കരുത്. അപ്പൊ നിനക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ എടുത്തുകൂടെ? അപ്പോഴത്തേനും നമ്മുടെ നെവിൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വേറെ എന്താ സാധനം കഴിക്കാനുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓരോ ചിറ്റാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ അവരെല്ലാവരും ഇനിയിപ്പോൾ സാറ്റർഡേയും സൺഡേ ആകുമ്പോഴത്തേക്കും എന്താ ലാലേട്ടൻ വരുന്നതുകൊണ്ട് എന്തായാലും ഉണ്ടാവത്തില്ല, അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അവർ ഹാപ്പിയായിട്ട് ചിക്കൻ ബിരിയാണി, പിന്നെ എല്ലാവരും ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇനി എപ്പോൾ കിട്ടുമെന്നുള്ളൊരു ആദ്യമാണ് വൈകിട്ടാകുമ്പോഴത്തേനും കിട്ടുമെന്ന് നമ്മുടെ അക്ബറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇനിയുണ്ട് നമ്മുടെ ക്യാപ്റ്റൻസിയുടെ ടാസ്ക് വരാനിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഇനി ഇന്ന് അറിയാൻ പറ്റും. പിന്നെ നാളെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഡാർക്ക് റൂമിൽ പോയ ആൾക്കാരുടെ കാര്യം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഇനി നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.